Hey husband, dress cute, say yes, and I make sure it's nice to remember love your heart. Oh, exciting. പാവലിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ എല്ലാ വർഷവും ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു യൂട്യൂബിൽ ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ എനിക്കിന്ന് കഴിഞ്ഞ 4 വർഷത്തെ ബർത്ത്ഡേസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. ആളുടെ ബർത്ത്ഡേ 24th July ആട്ടോ. അതൊരു ഫ്രൈഡേ ആയിരുന്നു. ഞങ്ങൾ തേഴ്സ്ഡേ ഈവനിങ്, അതായത് 23rd ഐ വാസ് തിങ്കിങ് എന്നാൽ പിന്നെ നമുക്ക് അന്നേ തുടങ്ങാം നമ്മുടെ കലാപരിപാടികളിൽ നിന്ന്. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ചെറിയ 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 സർപ്രൈസസാണ് കൊടുത്തത്. ആദ്യം തന്നെ ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഡയറക്റ്റ് ഞങ്ങൾ ഫെലിക്സ് ബാർ എന്ന് പറഞ്ഞിട്ടൊരു ബാറിലേക്കാണ് പോയത്. ഇവിടെ സമ്മറിൽ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുമല്ലോ, പക്ഷേ ഞങ്ങൾക്ക് ലക്കി ഡേയ്സ് ആയിരുന്നു രണ്ടും. കാര്യം മഴയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഫെലിക്സ് ബാറിൽ ഞാൻ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കോക്ടെയിൽ ടേസ്റ്റിങ്, കോക്ടെയിൽ വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കോക്ടെയിൽ ടേസ്റ്റിങ്ങിനാണ് പോയത്. അപ്പോൾ നമ്മളൊരു 1 hour ടേസ്റ്റിങ്, പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാം, ഇഷ്ടമുള്ള അത്രയും കോക്ടെയിൽ മേടിക്കാം, അങ്ങനെയാണ്. പക്ഷേ 1 hour ആ ഒരു കോക്ടെയിൽ ടേസ്റ്റിംഗ് ഒരു പാക്കേജ് പോലെയാണ്. അപ്പം നമ്മൾ അതിനാണ് പോയത്. നല്ല അടിപൊളി കോക്ടെയിലായിരുന്നു. ഇവിടെ ഉള്ളവർ ഡെഫിനറ്റ്ലി പോകണം, ട്രൈ ചെയ്യണം. ബിക്കോസ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉള്ള ഒരു ടേസ്റ്റ് അല്ല, പക്ഷേ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. 2 hours ടേസ്റ്റിംഗ് ഉണ്ട്, 1 hour ടേസ്റ്റിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ആൻഡ് എ വെരി ഗുഡ് ആംബിയൻസ് ടു. തലേദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ നല്ല ടയർഡായിരുന്നു. അപ്പോൾ അവലൊന്ന് കിടന്നായിരുന്നു. ചെറിയ രീതിയിലൊരു ആഘോഷം നടത്തി 12 മണിയായപ്പോൾ. എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ബ്രഞ്ചിന് പോവാണ്. യെസ്, പവലിന് ബ്രഞ്ചിന് പോകുന്നത്, പവലിനല്ല എനിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ നല്ലൊരു ബ്രഞ്ചായാൽ എന്താന്ന്. ഞങ്ങളിവിടെ സാമാന്യം കുറച്ചധികം റെസ്റ്റോറൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബ്രഞ്ച് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ടെങ്കിലും നമ്മൾ നല്ലത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചൊന്ന് മെനക്കെടണം. നേരത്തെ ഞാൻ ബാബൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയത് നിങ്ങൾ കാണാനുണ്ടാകും. അതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ്. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയത് ഒരു നല്ല റെസ്റ്റോറൻ്റാണ്, പക്ഷെ അത് ഭയങ്കര ഫാൻസി ഒന്നുമല്ല. പക്ഷെ കുറേ ആൾക്കാർ നല്ലപോലെ അവിടെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ നേരെ സിറ്റിയിലേക്ക് കാറിനാണ് പോയത്. പവലിൻ്റെ ബർത്ത്ഡേസ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഐ എം വെരി 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 താങ്ക്ഫുൾ ടു ദി യൂണിവേഴ്സ് ഫോർ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ സിറ്റിയിൽ തന്നെ ഗസ്റ്റ് ഹൗസും ഗൂട്ടൻ ഗ്ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അതൊരു ജർമ്മൻ സെൻറ്റൻസ് ആട്ടോ. അതായത് നല്ല ലക്കുള്ള ഒരു ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു US സ്റ്റൈലിലാണ് അതിൻ്റെ ഉള്ളിൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ അവിടെ കയറി നല്ല വിശന്നിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പാൻ കേക്ക് ഓർഡർ ചെയ്തു. ഇത് എപ്പോഴും കാണുന്ന പോലത്തെ പാൻ കേക്കല്ല, രസമുണ്ടായിരുന്നു. ഒരു സേവറി ആയിട്ടുള്ളതും നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും എല്ലാം അവിടെ കിട്ടും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാൻ കേക്ക് പിന്നെ നല്ല അടിപൊളി ഒരു കോഫിയും കുടിച്ചു. Dear husband, clear your schedule. Good that you mentioned because I'm very busy. Be ready by 2:15. No questions asked. Just bring yourself, maybe a little curiosity. Love, more like heart. ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സർപ്രൈസാണ് പുള്ളിക്ക് കൊടുത്തത്. പുള്ളിക്ക് എക്സ്പീരിയൻസസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ നേരെ പോയത് ഇവിടെ എയർപോർട്ടിലും സ്യൂറിക് സിറ്റിയിലും ഈ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ സർക്കിളിലുള്ള റേസിംഗ് അൺലീഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർ റേസിംഗ്, ഒരു വെർച്വലായിട്ടുള്ള ഒരു സിമുലേഷനൊക്കെയുള്ള ഒരു കാർ റേസിങ്ങിൻ്റെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ Formula 1 കാർ റേസ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു എഫക്റ്റിലിരുന്നിട്ട് കാർ റേസ് ചെയ്യാം. എന്തായിരുന്നു അടുത്ത
ഞങ്ങൾ അങ്ങോട്ടേക്ക് സൈക്കിളിനാണ് പോയത്. അപ്പോൾ ഒരു സൈക്കിൾ റൈഡും പാവലിന് ഭയങ്കര ഇഷ്ടമുള്ള, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബൈസിക്കിൾ റൈഡ്. അപ്പം അതും കൂടി ആവാമല്ലോ എന്ന് കരുതി. പക്ഷെ ചെറിയ ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സ്ഥിരം പോകുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവരിങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നിട്ട് അതിനകത്ത് ഇരുന്ന് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ റേസ് ചെയ്യാൻ കോമ്പറ്റീഷന് ഞാനിരുന്നില്ല. കാര്യം ഞാനിരുന്ന് പുള്ളീനെ അങ്ങനെ വെറുതെ വിജയിപ്പിക്കേണ്ടതെന്ന് കരുതി അല്ല. പക്ഷേ പുള്ളിക്ക് ഇതൊരു ഫണ്ണായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പം പുള്ളിക്ക് മാത്രമുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും അതിനകത്ത് നല്ല ഒരു ഫീൽ തന്നെ. നമ്മളവിടെ പുറത്തുനിന്ന് നോക്കിയിരുന്നാൽ പോലും നമ്മളും മൂവ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഹെഡ്ഫോൺസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പുള്ളിക്ക് അതിനകത്ത് ഓഡിയോയും ഒക്കെ കേൾക്കാം കേട്ടോ. ശരിക്കും ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സ്യൂരിക് സിറ്റിയിലും ഉണ്ട്. ഇപ്പോൾ സ്യൂരിക് സിറ്റിയിൽ ആണ് പോകണമെങ്കിൽ 20% ഓഫ് ഉണ്ട്, പക്ഷേ എയർപോർട്ടിലില്ല. അപ്പോൾ അവിടെ പോകുന്നവർക്ക്, ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞാൻ ആലോചിക്കായിരുന്നു ഈ പെണ്ണിൻ്റെ ജോലി എന്ത് അടിപൊളിയാണെന്ന്. കാര്യം ഇപ്പം ഇവിടെ സ്യൂരിക്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറേ സ്ഥലത്ത് ട്രാവലിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും എംറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറേ ഗ്രൂപ്പൊക്കെ വന്ന് കോമ്പറ്റീഷനൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഫ്രണ്ട്സായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആൻഡ് യു ക്യാൻ റേസ് വിത്ത് ഈച്ച് അതർ. അപ്പം നമ്മുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വരും. ആൻഡ് അവൾ എല്ലാം പറഞ്ഞു കൊടുത്തു. സീറ്റ് ബെൽറ്റൊക്കെ ഇടിച്ചു. അവിടെ കുറേ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളമൊക്കെ തന്നു. ഞാൻ അവിടെ ഇരുന്നത് ചില്ല് ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പവലിനത് ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മിനി ഇട്ടിട്ട് ആൾ നല്ലപോലെ ഇട്ട് കോർണേഴ്സിലൊക്കെ നല്ലപോലെ വളയ്ക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് മേ ബി ഹി മൈറ്റ് ലൈക്ക് ഇറ്റ്. ഞാൻ ഈ പുറത്ത് ഔട്ട്ഡോർ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഭയങ്കര ബാഡാണ്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യാൻ പോയില്ല. ആൻഡ് പുള്ളി അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണ്ടായിരുന്നു. പവലിൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പോളണ്ടിലാണ്. പിന്നെ ഇവിടെ ഉള്ള ഫ്രണ്ടാണെങ്കിലും ബാർസലോണയിൽ പോയേക്കാണ്. അപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ പിന്നെ ചില്ല് ചെയ്യുള്ളൂ. നോർമലി ഞാൻ ബർത്ത്ഡേകൾ കുറേ ഗിഫ്റ്റും ഡ്രസ്സും അതും ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഗിഫ്റ്റിനോട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് എക്സ്പീരിയൻസസും കൂടി ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതി. എല്ലാ പ്രാവശ്യവും പ്ലാനിങ് എല്ലാം ചെയ്യുന്നത് പാവലാണ്, പുറത്തേക്കൊക്കെ പോകാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം പാവലിന് എന്തായാലും ഒരു സർപ്രൈസ് ആയിരിക്കും. കാര്യം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തെന്നുള്ളത്. ഗിഫ്റ്റ് മേടിക്കാൻ എന്നെക്കാളും വേറൊരാളില്ല. പക്ഷേ പ്ലാനിങ്ങിൽ ഇതുപോലെ പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണതിന് ഞാൻ ഇതുവരെ ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടില്ല. കാര്യം പാവൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം ഒന്ന് ചെയ്യാൻ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തു. പക്ഷേ എനിക്ക് നേരത്തെ പറയേണ്ടി വന്നു ഡിന്നറിന് നമ്മൾ പോകുന്നുണ്ട്. കാര്യം ആൾക്ക് ഇച്ചിരി വിശന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ പോവാം, അപ്പോൾ ഇച്ചിരി ഫുഡ് കഴിച്ചാൽ മതി എന്ന്. പിന്നെ ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്താണ് പോയത്. ദാറ്റ് വാസ് ലൈക്ക് എപ്പിക്. ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞ് പൊട്ടാറായിട്ടാണ് തിരിച്ചു വന്നത്. എഗെയിൻ നമ്മൾ സിറ്റിയിലേക്ക് പോയി വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി. നല്ലൊരു ദിവസമായിരുന്നു. അതായത് ഫുൾ നമ്മൾ എൻജോയ് ചെയ്തു. നല്ല വെതറുമായിരുന്നു. എനിക്ക് ബർത്ത്ഡേയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഭയങ്കര കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ജീവിതത്തിൽ നമ്മൾ ജനിച്ച ദിവസമാണ്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, നമ്മൾ എൻജോയ് ചെയ്യണം. എസ്പെഷ്യലി നമ്മളുടെ കൂടെ നമ്മളെക്കാളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമല്ലേ. ഇപ്പം എനിക്ക് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും ആശിഷിൻ്റെയും പാവലിൻ്റെ പേരൻസിൻ്റെയും പാവലിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സാണ് ഇതൊക്കെ. പിന്നെ വർഷത്തിലൊരിക്കൽ വരുള്ളൂ. പിന്നെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിങ്ങനെ ദിവസങ്ങളൊക്കെ ചെറുതായിട്ട് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആകുമ്പോൾ അതെനിക്ക് ഏറ്റവും, അതായത് ഇതൊക്കെ പുള്ളിക്ക് എന്തോ ഒരു സന്തോഷം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ വർഷവും നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോകാമല്ലോ. ചിലപ്പോൾ നമുക്ക് ചില വർഷം പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഞാൻ പറ്റാൻ ശ്രമിക്കും. എല്ലാ വർഷവും ഈ ഒരു ദിവസം ഞാൻ നല്ലപോലെ ആഘോഷിക്കും. ബിക്കോസ് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണിത്. അപ്പോൾ ആ സമ്മാനം കിട്ടിയ ദിവസത്തിന് ഞാൻ എന്തായാലും ആഘോഷിക്കാതിരിക്കണം എങ്ങനെയാണ്. അപ്പം അത് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ അതിനെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആഘോഷിക്കാൻ നോക്കും. അങ്ങനെ ഞങ്ങൾ പോയത് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇറ്റ്സ് കോൾഡ് ഓൾഡ് ഇൻ. നമ്മുടെ സ്യൂരിക്കിലെ സിറ്റിയിൽ തന്നെയാണ്.
എങ്ങെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് സിറി സിറ്റിയിൽ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. അതായത് നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം, ഡെഫിനറ്റ്ലി റിസർവ് ചെയ്തിട്ടാണ് ഞാൻ എല്ലായിടത്തും പോയത്. എന്തൊരു നല്ല ആംബിയൻസ്, എനിക്ക് ഉള്ളിലെടുക്കാൻ പറ്റിയില്ല, കാര്യം നല്ല തിരക്കായിരുന്നു. ഇപ്പം ഞങ്ങളൊരു 7 മണിയായപ്പോൾ എത്തിയായിരുന്നു, അതുകൊണ്ടാണ് പുറത്ത് ഇപ്പോൾ നിങ്ങൾ അത്ര ഫില്ലല്ലാതെ കാണുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷെഫിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഷെഫാണ് നമ്മൾക്ക് സർപ്രൈസായിട്ട് ഓരോന്നും ഉണ്ടാക്കി വിടുന്നത്. അപ്പം നമ്മളത് കഴിച്ചോണം. നമ്മളത് ചോദിക്കും എന്തെങ്കിലും അലർജി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ. അപ്പം നമ്മൾ ഒന്നുമില്ല, ഇഷ്ടമുള്ളതാവാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് കൊണ്ടുവന്നത് റൈസ് ബോൾസ്, പിന്നെ ഹുമ്മൂസ്, ദെൻ ഡ്രൈ ടൊമാറ്റോൻ്റെ ഒരു പേസ്റ്റ്, പിന്നെ ഒരു പ്രത്യേകതരം ബ്രെഡ്. ആ ബ്രെഡിന് തന്നെ എന്തൊരു ടേസ്റ്റായിരുന്നു, സ്മോക്കി ആയിട്ട്. ഞാൻ അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പം കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മ്യൂട്ടാക്കി കളഞ്ഞത്. ഞങ്ങൾ അവിടെ ഇരുന്ന് നല്ലപോലെ സംസാരിച്ചായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അവിടെ ഇരുന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. കാര്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാത്ത, ഇതുവരെ രുചിക്കാത്തൊരു ടൈപ്പ് ടേസ്റ്റുകളൊക്കെ ഇല്ലേ, ആ സംഭവമായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നമ്മൾക്ക് കൊണ്ടുവന്നത് ഫിഷിൻ്റെ ചീക്കാണ്, അതായത് കവിള്. അപ്പം ഭയങ്കര ബേസ്റ്റി എഫക്റ്റാണ് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ. നല്ല ഫാറ്റിയാണ്, ജ്യൂസിയാണ്. അതിൻ്റെ കൂടെ ക്യൂക്കമ്പറിൻ്റെ ഒരു സാലഡ്. പിന്നെ കൊണ്ടുവന്ന പോർക്ക് റിബ്സാണ്. അയ്യോ, അത് എങ്ങനെയാണ് അവർ മാരിനേറ്റ് ചെയ്തത്, ഇത്ര ജ്യൂസിയും സോഫ്റ്റുമായിട്ട് എങ്ങനെയാണ് അവർ ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. ഈവൺ അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ക്യുക്കമ്പർ പോലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ വൈൻ മാത്രമേ കുടിച്ചുള്ളൂ, ബിക്കോസ് പാവൽ ഡ്രൈവ് ചെയ്യണതുകൊണ്ട് വീട്ടിൽ പോയി കുടിക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് വന്നത് ഡക്കാണ്. ഡക്ക അത് പ്രത്യേക ഒരു ഒണിയനും സ്പിനാട്ടും എന്തൊക്കെയോ പ്രത്യേകതരം സോസുകളും എല്ലാം വെച്ചിട്ട് വൃത്തിയുടെ ടേസ്റ്റ് ഒന്നുമില്ല, നല്ല സൂപ്പർ ഡക്കായിരുന്നു. നമുക്കിതൊന്നും അറിയില്ല, ഇതെല്ലാം സർപ്രൈസായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു ഐസ്ക്രീമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബ്രൗണി ഉണ്ടായിരുന്നു. ആൻഡ് ദ വാസ് സം ഫ്രൂട്ട് ബേസ്ഡ് ഐസ്ക്രീം. പക്ഷേ എനിക്ക് സ്വീറ്റ്സ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 സ്പൂൺ എടുത്തതിന് ശേഷം ബാക്കി ഞാൻ പാവലിന് കൊടുത്തു. ഹാവ് ടു ടെൽ യു, ക്വാണ്ടിറ്റി വൈസും എല്ലാം കൊണ്ടും ഞങ്ങൾ വയറ് കംപ്ലീറ്റ് നിറഞ്ഞ്, നമ്മുടെ ഇങ്ങനെ തൊണ്ട വരെ നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ഞങ്ങളൊരു കോഫി ഓർഡർ ചെയ്തു, ബിക്കോസ് നമ്മൾ ഭയങ്കര ടയർഡായിരുന്നു. വൈകുന്നേരം അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഫുൾ ആൾക്കാരായി. പിന്നെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകണം, ഒരു 3 ഷെഫുകൾ വെച്ച് നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. നിങ്ങൾക്ക് റിവ്യൂസിലൊക്കെ നോക്കി കാണാൻ പറ്റും, അത്ര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. സ്യൂറി സിറ്റി ഈവനിങ്ങിൽ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. നല്ല നല്ല ബിൽഡിങ്ങുകൾ, കുറേ നല്ല ലൈറ്റ്സ്, നല്ല ആംബിയൻസ്, ട്രാമുകളൊക്കെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ ഒരു നല്ല ഡ്രൈവ് പോകാൻ ഭയങ്കര രസമാട്ടോ. ഐ ഹോപ്പ് പാവലിന് ഈ ഒരു ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടു എന്ന്. ആൻഡ് ഇത് ഞാൻ എടുത്ത് വയ്ക്കും യൂട്യൂബിൽ. ഇങ്ങനെ കിടക്കുമ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണാമല്ലോ. കഴിഞ്ഞ ദിവസം പാവൽ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്ക് അങ്ങനെ യൂട്യൂബ് എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരും, പക്ഷെ അങ്ങനെ യൂട്യൂബ് ഫ്രീക്കൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഓരോന്ന് ചെയ്യാം, അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെ ഞാൻ പറയണത് ഇതുപോലെ നാച്ചുറലായിട്ടിരിക്കാനും എനിക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരാനും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതെൻ്റെ ഡ്രീം ആയതുകൊണ്ട്. പക്ഷേ ആൾക്ക് കുറച്ച് പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളീനെ വേറെ പല കാര്യങ്ങളിൽ, ഇപ്പം കുറേ യൂട്യൂബേഴ്സ് ഒക്കെ കപ്പിൾസായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല. കാര്യം അത് പുള്ളിയുടെ ഒരു ഫോട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആളുടെ പ്രൈവസി മാനിച്ച് ആൾ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനെയും ടു ദ ഹാർട്ട് എടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു ബർത്ത്ഡേ പറയാൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ലവ് യു സോ മച്ച് ബിക്കോസ് യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. കല്യാണ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ അപ്പനേക്കാളും എന്നെ സ്നേഹിക്കുന്ന ആളെന്ന്. അപ്പം എനിക്ക് കുറച്ച് കമൻറ്റ് വന്നിരുന്നു, അതെന്തിനാ അങ്ങനെ പറഞ്ഞേ. അങ്ങനെയാണ് കാര്യം, എൻ്റെ അപ്പനുണ്ട്. അപ്പനമ്മേനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഇനി ഇയാളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഇയാളാണ് എന്നെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ള ആ ഒരു എവ്രി ഡേ
ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എനിക്ക് എവറി ഡേ ആ ഒരു ഫീലിംഗ് തന്നെയാണ്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ഹിസ് പേരൻസ്. ഈ ഒരു കൈൻഡ്, സ്മാർട്ട്, ഇൻ്റലിജൻറ്റ്, സ്ട്രോങ് ഒരു പേഴ്സണെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിനും അങ്ങനെ ഒരാളെ ഇത്ര നാളും വളർത്തിക്കൊണ്ട് വന്നതിനും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, കാറ് പാർക്ക് ചെയ്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗരാജ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് വീട്ടിൽ പോയി നല്ലപോലെ ചില്ല് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.